ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നൊരു ഫുഡിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി അല്ല, കുറച്ച് വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്കപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ബൈ. അങ്ങനെ നമ്മളിന്ന് ചിക്കൻ കറിയാണ് കേട്ടോ വെക്കാൻ പോകുന്നത്. ഒരു 5 കിലോ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് അടുപ്പിലാണ് കേട്ടോ, കാരണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉള്ളിൽ വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല. അത് കാരണം നമ്മൾ പുറത്ത് അടുപ്പ് കല്ല് വെച്ചിട്ട് പുറത്ത് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് വലിയൊരു വട്ട വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞങ്ങളൊരു 1.5 കിലോ സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, അത് കാരണം നമ്മൾ ചിക്കൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ എല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളത് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നമ്മൾ ചിക്കനിൽ തന്നെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് സവാളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ടൊന്ന് നമുക്ക് അടച്ച് വെച്ച് അത് കഴിഞ്ഞ് അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലൂടെ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അത് വഴണ്ട ശേഷം നമ്മളത് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാനത് ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളിലും കുക്കിംഗ് ആയത് കാരണം ഞാൻ അകത്തോട്ട് പോയി. അപ്പോൾ ഇടത്തേമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മുളക് പൊടി ഉണ്ട്, നമ്മൾ കളറിനായിട്ട് കാശ്മീരി ചില്ലി മുളക് പൊടി നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ വാങ്ങിച്ചില്ലായിരുന്നു. അതിന് ശേഷമാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് മുളക് പൊടി അങ്ങനെ തന്നെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് വഴറ്റി കൊടുത്തിട്ട് കുറേ നേരം കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാരണം ചിക്കൻ്റെ ക്വാണ്ടിറ്റി കൂടുതലായത് കാരണം. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ കറി എല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചിക്കൻ കറിയിലോട്ട് ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി, ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് എന്നിവയെല്ലാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാല നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്കായ എല്ലാം പെരുംജീരകമൊക്കെ പൊടിച്ചതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി റെഡി. ഇത് വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പായി പോയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇന്നത്തെ ചിക്കൻ കറീൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്, ഒന്നുകൂടി പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ.